യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഒരു പണ്ടത്തെ കുടുംബ വീട്ടിലാണുള്ളത്. അച്ഛൻ്റെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കാണുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കണ്ടോ, ഇതുപോലെ എല്ലാം ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് കുറച്ച് ബംഗാളികൾക്ക് കൊടുത്തായിരുന്നു. അപ്പം അങ്ങനെ യൂസിങ് ഒക്കെ കുറവാണ്. പക്ഷേ നല്ല വീടാണ്, പഴയ ഒരു സ്റ്റൈലിൽ. അകത്തോട്ട് നോക്കാം നമുക്ക്. പക്ഷേ ഹോണ്ടഡ് ആയിട്ടുള്ള ലുക്കുണ്ട്, കാരണം ആരും താമസിക്കാത്തതുകൊണ്ടായിരിക്കും മേ ബി. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ വീട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യുക, റെൻറ്റിന് വീട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് താഴോട്ട് ഇവിടെ നോക്കാം. പിന്നെ ഈ പറയുമ്പോൾ ഫുള്ള് കാട് പിടിച്ച് കിടക്കും. ഇവിടെ ഇപ്പം അങ്ങനെ ആരും നോക്കുന്നൊന്നുമില്ലല്ലോ. ഇതിലേക്ക് കൂടെ ആഘോഷം കാണാം. കണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക, പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഇട്ടേക്കുക. ഇവിടെ ഒരു കട്ടിലുണ്ട്, പഴയ, എല്ലാം പഴയ സംഭവം. ഇത് താക്കോലിനിടയ്ക്ക് തുറന്ന് കാണിക്കാം. ഇത് ഞങ്ങളുടെ പണ്ടത്തെ റൂം. ഈ കാണുന്നത് ഞങ്ങളുടെ പണ്ടത്തെ റൂം, എൻ്റെ വീട്. പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ കുറേ കണ്ടോ ഇവിടെയൊക്കെയുള്ള. പിന്നെ ഒരു ഇതുണ്ട്, കരിയാപ്പില അങ്ങതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ നടക്കുമ്പോൾ പിന്നെ തുണിയൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം. പണ്ട് അവളോട് കുറേ മെമ്മറീസാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഹോണ്ടഡ് ലുക്ക്. പണ്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ബ്ലാക്കിന്ന്. എനിക്ക് പണ്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു, മൈ ബെസ്റ്റ് വൺ. അവനെ ഇവിടെ ആയിരുന്നു കൂട്ടിയിട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എഴുത്തിൽ പോലത്തെ സംഭവമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ പണ്ട് പശുവിനെ വളർത്തിയിട്ടുണ്ട്, ആടിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഹോണ്ടഡ് ലുക്കായി. പക്ഷേ ഇവിടെ എനിക്ക് പറയുകയാണെങ്കിൽ കുറേ മെമ്മറീസ് ഉണ്ട്. ലൈക്ക് സ്കേറിയാണ്, ബട്ട് എനിക്കിഷ്ടമാണ് ഈ വീട് ഭയങ്കര. ലൈക്ക് മോർ മെമ്മറീസ് ഹിയർ നോ. പിന്നെ പുറകിൽ ഉള്ളിലൊരു ബാത്റൂം പുതുതായിട്ട് ഇടയ്ക്ക് പണിഞ്ഞു. പക്ഷേ പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ പുറത്ത് തന്നെ ആയിരുന്നു ബാത്റൂം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ കുളിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു ബാത്റൂം മറ്റേ കിണറ്റിൻ്റെ അവിടെ ആയിട്ട്. പണ്ടത്തെ രീതി അങ്ങനെയല്ലേ. പിന്നെ ഇവിടെ കുറേ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ചുമ്മാ ലെറ്ററൊക്കെ ചെയ്തിട്ട് ഒരു കോഴിക്കോടുണ്ടായിരുന്നു, അതൊക്കെ താഴെ കൊണ്ടുവരും. ഓക്കെ, പിന്നെ പറയാൻ ഇവിടുത്തെ കുറേ ഉണ്ടല്ലോ. ഇതായിരുന്നു ഇവിടുത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ കുറേ ഡോറുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. ഇവിടെ ഉണ്ട് ഒരു ഡോറ്, കണ്ടില്ലേ? ഇത് പൂജാമുറിയാണ് എൻ്റെ ആഘോഷം, പൂജാമുറിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ പണി സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ എന്തോ ഒരു മരം ഉണ്ടായിരുന്നു, എനിക്ക് ഓർക്കുന്നില്ല എന്തോ ആയിരുന്നു. ഇവിടെ വേറെ ഇതൊക്കെ വന്നില്ലേ, ഇതൊന്നും ഞാൻ കണ്ടില്ല. കുറേ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടോ, കുറേ ചേഞ്ചിങ് ഉണ്ടായി ഇവിടെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പണ്ടും ഞാൻ വന്നതും തമ്മിൽ വ്യത്യാസം. അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ഹോം ടൂർ പോലെ കാണിച്ചെന്നേ ഉള്ളൂ പഴയൊരു വീട്. അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ ഗൈസ്. ഗൈസ് പിന്നെ മലന്ന് തിരിച്ച് നമുക്ക് ഇറങ്ങാം. ഇതിലേക്കൂടെ ഇറങ്ങിപ്പോണം. ഓക്കെ, ഇതാണ് എൻ്റെ അനിയത്തി. പിന്നെ പണ്ടത്തെ കിണർ കണ്ടല്ലോ, നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞ പുറത്ത് കുളിക്കുന്ന പോലത്തെ ഇതിലിപ്പോൾ എന്തുകൊണ്ടാണ് ഈ പണല്ല. ഇപ്പം എനിക്ക് ഇവിടെ എല്ലാം കാണുമ്പോഴേ എല്ലാം ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു, പോയി ഫുള്ള്. പിന്നെ ഇവിടെ എന്താ പറയുക, മെമ്മറീസ് പറയുമ്പം ഇവിടെ ഒരു പേരപ്പര. പിന്നെ രാത്രി ഇവിടെ അങ്ങോട്ട് വരാറില്ല. ഞാനിങ്ങോട്ട് വരാറില്ല, ചുമ്മാ വന്നപ്പം ജസ്റ്റ് ഒന്നെല്ലാം നോക്കിയെന്നേ ഉള്ളൂ. സോ ഗായ്സ് ബൈ. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.